ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള മറ്റൊരു വിഷയമാണ്. ഇതൊരു ഏകദേശം എമർജൻസി സിറ്റുവേഷനാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്നൊരു പേഷ്യൻറ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ഒരു 3-4 ദിവസമായിട്ട് വയറുവേദന വന്നു. വയറുവേദനയ്ക്ക് മരുന്നുകൾ കഴിച്ചു. പക്ഷേ കഴിച്ചിട്ടൊന്നും അതങ്ങോട്ട് കുറയുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു ദിവസത്തിന് മുമ്പ് പനി വന്നു. പനി കുളിര് ചെറിയ വിറയൽ പോലൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ മൂത്രത്തിന് ചെറിയ നിറവ്യത്യാസം കണ്ടു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയത്. നോക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പനിയുടെ ലക്ഷണമുണ്ട്. വയറിൻ്റെ ആ ഒരു ഭാഗത്ത് തൊട്ട് നോക്കുമ്പോൾ ചെറിയ വേദനയുണ്ട്. ഈ നടുവിൻ്റെ ബാക്കിൽ, ശരിയായിട്ട് പറഞ്ഞാൽ കിഡ്നിയുടെ ആ ഏരിയയിലാണ്, റീനൽ ആംഗിളിൻ്റെ അവിടെ പെയിനുണ്ട്. അപ്പോൾ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്തു. യൂറിൻ നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ചും ബ്ലഡിൻ്റെ അംശമുണ്ട്, പസൽസ് കുറച്ചുണ്ട്. അപ്പം ബാക്കി അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു വശത്തെ കിഡ്നിക്ക് ഒരു ചെറിയ ബ്ലോക്ക് പോലെ കണ്ടു. ബ്ലോക്ക് ഉണ്ട്, പക്ഷേ സ്റ്റോൺ ആ കിഡ്നിയിലൊന്നും കാണുന്നില്ല. ബ്ലോക്ക് പോലെ കണ്ടു. ബാക്കി ആ കിഡ്നിയിൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു ചെറിയ നീർക്കെട്ടും കണ്ടു. അപ്പോൾ ബ്ലഡ് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിന് 2.3 ഉണ്ട്. 2.3 എന്ന് നോർമലായിട്ടുള്ളത് 1.2 അല്ലെങ്കിൽ 1ൻ്റെ ഒക്കെ താഴെ നിൽക്കണം. 2.3 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു കിഡ്നി ഫെയിലിയറിൻ്റെ ഒരു സ്റ്റേജിലോട്ട് പോകുന്ന ലക്ഷണമാണത്. അപ്പോൾ കൂടുതലായിട്ട് വിശദമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നേരത്തെ 1-2 പ്രാവശ്യം വേദന വന്നപ്പം ചെറിയ ഇഞ്ചക്ഷൻ എടുത്ത് നോക്കിയിട്ട് പറ്റിയില്ല. പിന്നെ അപ്പം വേദന മാറാനായിട്ട് ഇച്ചിരി കൂടിയ ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ കൂടിയ ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം വേദന മാറി. പക്ഷേ അതിന് ശേഷം പുള്ളിക്ക് പിന്നെ പനി തുടർന്നുകൊണ്ടേയിരുന്നു. വേദനയ്ക്ക് കുറച്ച് കുറവുണ്ടായി. ബാക്കി ടെസ്റ്റുകളും അൾട്രാസൗണ്ട് ചെയ്തു. അതിനുശേഷം നമ്മളൊരു CT സ്കാൻ എടുത്ത് നോക്കിയപ്പോൾ ആ വലതുവശത്തെ കിഡ്നിയുടെ ട്യൂബിൽ യൂറിറ്ററിൻ്റെ താഴത്തെ അറ്റത്ത് ഒരു ചെറിയ സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ വന്നിട്ട് തടഞ്ഞിരുന്നിട്ട് ആ കിഡ്നി ബ്ലോക്കായിരിക്കുകയാണ്. ബ്ലോക്കായതിനു ശേഷം ആ കിഡ്നിയിൽ മൂത്രം കെട്ടിക്കിടന്നിട്ട് അതിൻ്റെ നീര്, ആ ഇൻഫെക്ഷൻ വന്നിട്ട് അതിൻ്റെ നീരൊക്കെ കിഡ്നിയുടെ ചുറ്റും വന്നു. അതായത് പെരിനെഫ്രിക് കളക്ഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ്. കാര്യം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതോറും ക്രിയാറ്റിൻ കൂടിക്കൊണ്ടിരിക്കും, കിഡ്നിയുടെ പ്രവർത്തനം മോശമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യാതെ ഉടനെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതുപോലെ യൂറിട്രോസ്കോപ്പി ചെയ്തിട്ട് ആ കല്ല് പൊടിച്ച് കളഞ്ഞിട്ട് ഒരു സ്റ്റെൻറ്റ് ഇടണം. അപ്പോൾ ഈ കല്ലിരിക്കുന്നത് കൊണ്ടാണ് ഈ കിഡ്നിയിലുള്ള നീർക്കെട്ട് വന്നതും അതിനുശേഷം ഈ ക്രിയാറ്റിൻ കൂടാനുള്ള കാരണം അതാ. പക്ഷേ അതിൻ്റെ കൂടെ വേദന സംഹാരി എടുത്തതും ചിലപ്പോൾ അതിൻ്റെ ഈ കിഡ്നിയുടെ പ്രവർത്തനത്തെ കൂടുതൽ ബാധിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഉടനെ തന്നെ നമ്മൾ ആ ബ്ലോക്ക് മാറ്റണം. ആ കല്ല് പൊടിച്ച് കളഞ്ഞിട്ട് അതിലൊരു സ്റ്റെൻറ്റ് ഇടണം. സ്റ്റെൻറ്റ് ഇട്ട് കഴിയുമ്പോൾ കിഡ്നിയിൽ നിന്നുള്ള മൂത്രം ഫ്രീ ആയിട്ട് ബ്ലാഡറിലോട്ട് വരും. അപ്പോഴത്തേക്ക് നീര് കുറയും, ഇൻഫെക്ഷൻ കൺട്രോൾഡ് ആവും. ഈ കിഡ്നിക്ക് ചുറ്റും വന്നിരിക്കുന്ന നീരൊക്കെ കുറച്ച് അങ്ങ് അബ്സോർബ് ചെയ്തു പോകും. ക്രിയാറ്റിനും ഒരു 2 ദിവസത്തിനകത്ത് ക്രിയാറ്റിൻ പെട്ടെന്ന് നോർമലായി വരാൻ സാധിക്കും. പെട്ടെന്നുണ്ടായ അസുഖമായതുകൊണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഈ ക്രിയാറ്റിനും കുറയും. അങ്ങനെ സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം നോർമലായി കല്ല് കംപ്ലീറ്റ് പൊടിയെല്ലാം പോയതിന് ശേഷം നമ്മൾ ഒരു എക്സ്റേയോ അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ടോ ചെയ്ത് നോക്കി കംപ്ലീറ്റ് ക്ലിയറായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെൻറ്റ് എടുത്ത് കളയും. 3 ആഴ്ച സാധാരണ രീതിയിൽ വയ്ക്കും. 3 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെൻറ്റ് എടുത്ത് കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നന്ദി. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.